പറയുവാനിതാദ്യമായി വരികൾ മായേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്നതിന്റെ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടാണ്. അപ്പം പെട്ടെന്ന് പണക്കാരനാകുക അല്ലെങ്കിൽ പെട്ടെന്ന് കാശ് ഉണ്ടാക്കുക എന്ന് എല്ലാവരും ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് യൂട്യൂബാണ് നമുക്കൊരു ഓപ്ഷൻ. യൂട്യൂബിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വൈറലാകാം, എങ്ങനെ കുറച്ച് വ്യൂസിനെ കിട്ടും, എങ്ങനെ പെട്ടെന്ന് മോണിറ്റൈസേഷൻ കിട്ടും, എന്തെല്ലാം ചെയ്താൽ നമുക്ക് കൂടുതൽ മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ യൂട്യൂബിന്റെ പോക്കും കടപ്പും വശങ്ങളും. അങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ത് കാണിച്ചാലും, എന്ത് തെമ്മാടിത്തരം, എന്ത് തെണ്ടിത്തരം കാണിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് റീച്ചും ഫെയിമും കുറച്ച് ക്യാഷും കിട്ടിയാൽ മതി എന്ന് കരുതുന്ന കുറെ അലവലാദികളുണ്ട് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ. അപ്പം ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞില്ലെങ്കിൽ മനഃപൂർവ്വമാണ്. പക്ഷെ നിങ്ങൾ ക്ഷമിക്കുക. കാരണം അതുപോലത്തെ ഒരു തെമ്മാടിത്തരം കണ്ടതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒന്ന് പ്രതികരിക്കേണ്ടി വന്നത്. എന്നെ പോലെയുള്ള കുറെ അധികം യൂട്യൂബേഴ്സ് ഇതിനോടകം പ്രതികരിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ യൂട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 13 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു 18+ ആൾക്കാരായിട്ട് അല്ല, അതിന് താഴെയുള്ള കുട്ടികളും ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഞാൻ വേറെ ആരെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. ഈ SR യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ബ്ലോഗ് ചാനലുണ്ട്. ശരിക്കും അവിടെ കാണിക്കുന്ന വെറും തേർഡ് റൈറ്റ് ചെറ്റത്തരമാണ് കാണിക്കുന്നത്. ശരിക്കും അവരുടെ കിടപ്പറ രഹസ്യങ്ങൾ, കിടപ്പറ രീതിയിലുള്ള ഇമോഷൻസ് കാര്യങ്ങളാണ് ഇതിനകത്ത് വന്ന് കാണിക്കുന്നത്. അത് വളരെ വളരെ മോശമായിട്ട് തോന്നി. അത് മാത്രമല്ല, ഈ അവരുടെ കുട്ടികളെ വരെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതെന്താണ്, നമുക്ക് തന്നെ ഒരു പൊതു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ ഈ വീഡിയോസ് ഒന്നും എടുത്ത് നമുക്ക് കാണാൻ ഒരു ചമ്മൽ വരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. അപ്പൊ അങ്ങനെ നമുക്ക് ചമ്മൽ വരുന്നുണ്ടെങ്കിൽ അത് എന്താണ്, മറ്റുള്ള കുട്ടികൾ ഇത് കാണുമ്പോൾ അവർക്ക് എന്തുമാത്രം ഇത് ഇൻഫ്ലുവൻസ് ആകും എന്ന് കരുതണം. കുട്ടികൾക്ക് മാത്രമല്ല. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറെ അധികം വൃത്തികെട്ട, അതായത് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത കുറെ അധികം ഫാമിലി ബ്ലോഗേഴ്സും രംഗത്തോട്ട് വരും. കാരണം ഇപ്പൊ ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇപ്പൊ ഈ ജാതി ജനങ്ങൾക്കില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒട്ടുമിക്ക എല്ലാരെയും അല്ല അടച്ചു പറഞ്ഞത്, കുറച്ച് ആൾക്കാർക്ക്. അപ്പൊ അവർക്ക് എങ്ങനെയും ഫെയിമും കാര്യങ്ങളും കുറച്ച് മണിയും കിട്ടിയാൽ മതി എന്ന് മാത്രം വിചാരിച്ചുള്ള കുറെ ചെറ്റകളുണ്ട്. അപ്പൊ അതുപോലുള്ള ആൾക്കാരെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വ്യക്തികൾ അത്തരത്തിലൊരു വീഡിയോ ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പുള്ളിക്ക് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അവരുടെ വീഡിയോ ഞാൻ വെക്കുന്നില്ല, കാരണം അത്തരം വെച്ച് ആഘോഷിച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ഒന്നുമല്ല. എന്നാലും കുറച്ച് ഇവരാരാന്ന് അറിയിക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ക്ലിപ്പ് നമുക്ക് നോക്കാം. പറയുവാനിതാദ്യമായി വരികൾ മായേ. ശരിക്കും പറഞ്ഞാൽ പെണ്ണുമ്പിള്ള വിറ്റ് പൈസ ഉണ്ടാക്കാന്ന് പറയത്തില്ല. സെയിം സിസ്റ്റമാണ് ഈ പരനാറി ഇവിടെ കാണിക്കുന്നത്. പറയാതിരിക്കാനേ പറ്റത്തില്ല, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ അതുപോലത്തെ കുറെ കുലിസിത പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ ആ ഒരു കുഞ്ഞുണ്ട്, ഒരു പെൺകുഞ്ഞ്, അതിനെയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. നാളെ അതിന്റെ ഇപ്പൊ ആ കൊച്ചിനൊന്നും അറിയത്തില്ല. നാളെ അത് വലുതായിട്ട് വരുമ്പോഴത്തേക്ക് നിന്റെ അപ്പനും അമ്മ ഇങ്ങനെയല്ലേ എന്ന് മറ്റുള്ളവരുടെ രീതിയിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ചോദ്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ കൊച്ചിനെയും ഇതിനകത്തോട്ട് കൊണ്ടുവരാതിരിക്കുക. അപ്പം ഇവന് കുറച്ച് കാര്യങ്ങൾ, ഇവന്റെ ചാനലിനെ കുറിച്ച് ഇവന് ഒരു പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് യൂട്യൂബിനോടാണ് പറയാനുള്ളത്. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റ് ഇടാനുള്ള പ്ലാറ്റ്ഫോം വേറെയാണ്. ഇത് കൊച്ചു കുട്ടികളടക്കം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് യൂട്യൂബ് അൽഗോരിതം തീർച്ചയായും കണ്ടുപിടിച്ച് ഇത് ബാൻ ചെയ്ത് ഈ ചാനലെ പൂട്ടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് എന്താണ്, നമുക്ക് പോലും ഫാമിലി ആയിട്ട് ജീവിക്കുന്ന നമുക്ക് പോലും കാണാനുള്ള ഒരു ഉളുപ്പുണ്ട്, നമുക്ക് പോലും കാണാൻ പറ്റും. നമ്മൾ ലജ്ജിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. ഇത് കേട്ടിട്ട് കുറെ ആൾക്കാർ എന്റെ കമന്റ് ബോക്സിൽ നീ സദാചാര കാര്യമല്ലേ, സദാചാര ഗുണ്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്. കാരണം ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് കുട്ടികൾ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഇതൊക്കെ കാണുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ കണ്ടിട്ട് നമ്മുടെ കുട്ടികൾ വഴി തെറ്റുകയാണുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ഇതുപോലെയുള്ള ചാനലുകളിൽ ഈ കാണിക്കുന്ന പ്രവൃത്തി കാണുമ്പോഴത്തേക്ക് ഇത് മലയാളം ചാനൽസ് ആണെങ്കിലും ഓൾ ഇന്ത്യ ഓൾ വേൾഡ് കടന്നോടും. കാരണം ഇത് കാണിക്കുന്ന കുലിസമാണ്. അത് കാരണം ഇത് നല്ല റീച്ചും കാര്യങ്ങളും എല്ലാം കിട്ടും, ഇഷ്ടംപോലെ പൈസയും കിട്ടും. അപ്പൊ ഇങ്ങനത്തെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലാംഗ്വേജ് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, കാണിക്കുന്ന എന്താണെന്ന് കണ്ടാൽ മതിയല്ലോ. അപ്പോഴത്തേക്ക് ഇത് ഒരുപാട് പേരിലോട്ട് ഇത് ഇൻഫ്ലുവൻസ് ആകാനും നാളെ ഇതുപോലെ ഒരു ഫാമിലി വേർത്തനും കൂടെ ഇങ്ങനെ കണ്ട് യൂട്യൂബിന് തന്നെ നമുക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് വരും. മൊത്തം ഇതൊരു വേറൊരു സൈറ്റിലോട്ട് ഇത് യൂട്യൂബിന് പറിച്ചു നടേണ്ട ഒരു സ്ഥിതി വരും. അങ്ങനെ ആകാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ട് ഇത് പറയുന്നത്. അതെ, നമ്മൾ വേറൊരു സംഭവം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മുമ്പൊരിക്കൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 വർഷം, 3.5 വർഷത്തിന് മുമ്പ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വന്ന് നമ്മളെ വീഡിയോസൊക്കെ നല്ല റീച്ചായി. ഓരോ വീഡിയോയ്ക്ക് 3 ലക്ഷം വ്യൂസൊക്കെ വന്ന് അങ്ങനെ നന്നായിട്ട് കയറുന്നിട്ട് നമുക്ക് ആ ചാനൽ ബാനായിപ്പോയി. അടുത്ത റിപ്പോർട്ട് എടുത്ത് ബാനായി പോയാണ്. അതിനുശേഷം പിന്നെ കുറേ പ്രാവശ്യം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നോക്കി.
പിന്നെ എൻ്റെ പേരിൽ കൊണ്ട് തുടങ്ങാൻ പറ്റൂല. അതിന് വീണ്ടും എനിക്ക് ഒരു 4-5 ചാനൽ വീണ്ടും തുടങ്ങി. 4-5 ചാനൽ വീണ്ടും യൂട്യൂബിൽ തുടങ്ങി. എല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നു. കാരണം എനിക്ക് ഒരു പ്രാവശ്യം ബാൻ ആയതുകൊണ്ട് എൻ്റെ പേരിൽ പിന്നെ ചാനൽ തുടങ്ങാൻ പറ്റില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ പിന്നെ അച്ഛൻ്റെ പേരിൽ പുതിയൊരു ചാനൽ തുടങ്ങി. അങ്ങനെ നമ്മളിപ്പോൾ അതിൽ വീഡിയോസൊക്കെ കയറി അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കിട്ടി. അതൊന്ന് കയറി വരെയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമുക്കിന്ന് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് പടി യൂട്യൂബിൽ നിന്ന് നമുക്കൊരു കിട്ടി. അവർ അയച്ചു തന്നു. ഇത് തന്നെയാണോ കിട്ടിയതെന്ന് പറഞ്ഞൂടെ. ഇതിലും കിട്ടിയ സാധനം തുറന്നു നോക്കിയാണ്, അൺബോക്സ് ചെയ്യാണ്. അമ്മ എവിടെ പോയി വിളിച്ചിരിക്കണേ? അൺബോക്സ് ചെയ്യാണ്. വാ നമുക്ക് വാ. ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ വീട്ടിൽ നിൽക്കണോണ്ടാണ് അമ്മ പഠിച്ചിരിക്കുന്നതെന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞേക്ക് വാ. കാരണം അങ്ങനെ കുറേ പേർക്ക് സംശയമുണ്ട്. നമ്മൾ ഈ ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും വീട്ടുകാർ സപ്പോർട്ടില്ല, ചമ്മലാണോ, അങ്ങനെ അവർ അറിയാതെ നമ്മൾ ചെയ്യുന്ന കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടോടെയാണ് ഈ നമ്മുടെ വീഡിയോസ് എല്ലാം കൊണ്ടുപോയി. ഈ കപ്പിൾസിന്റെ പേരെന്താ വൈഷ്ണവി, അവന്റെ പേരെന്താ സൂരജ്. അതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പം ഇതിനകത്ത് ഇവൻ പറഞ്ഞു ഇവന്റെ ഒരു പ്ലേ ബട്ടൺ കിട്ടിയുണ്ട്. ഇവന്റെ യൂട്യൂബ് പലതവണ ബാൻ ചെയ്ത് കളഞ്ഞാണ് റിപ്പോർട്ട് അടിച്ചത്. എങ്ങനെ ബാൻ ചെയ്യാതിരിക്കും അല്ലേ? നമ്മളെ പോലെയുള്ള മലയാളികളെ, ടിപ്പിക്കൽ മലയാളീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് കുറച്ച് മാന്യതയൊക്കെ കീപ്പ് ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്കിത് സൂഹിക്കത്തില്ല. ഇത് കാണുമ്പോഴത്തേക്ക് ജെന്യുവൻ ആയിട്ടുള്ള കുറെ അധികം ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കിത് കാണുമ്പോഴത്തേക്ക് അരോചകമാണ് തോന്നുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് സൂഹിക്കുന്ന കുറെ ബംഗാളികൾ കാണുമായിരിക്കും. പക്ഷെ നമ്മളെ പോലെയുള്ള കാണുന്നില്ല. പിന്നെ കുറെ ഞരമ്പ് രോഗികളും കാണുമായിരിക്കും. അവരാണ് ഇതുപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യിക്കുന്നത്. മാന്യമായിട്ടുള്ളവർ നമ്മുടെ സൊസൈറ്റിക്ക് നല്ലത് വരണം, നമ്മുടെ സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുള്ളവരാരും ഇവരിങ്ങനെയുള്ള കുറെ അയനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പൊ കുറെ ഇതുപോലെ ഞരമ്പ് രോഗമുള്ളവരെ സപ്പോർട്ട് ചെയ്ത് അവൻ ഒരു പ്ലേ ബട്ടൺ കിട്ടി. അപ്പൊ പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴത്തേക്ക് അതിൽ കൊച്ചിനെ വരെ കാണിച്ചുകൊണ്ടാണ് അവൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഇവന്റെ ചാനൽ പലതവണ റിപ്പോർട്ട് അടിച്ച് പോയപ്പോഴും ഇവൻ വീണ്ടും എന്താണ് ഇവന്റെ അച്ഛന്റെ പേരിൽ, നല്ല ബെസ്റ്റ് മകനാകട്ടോ, അച്ഛന്റെ പേരിൽ ഇവൻ വീണ്ടും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അത് എന്തിനുള്ളതാണ്? ഇതുപോലെ കുലിസുക പരിപാടി, പെണ്ണുമ്പിള്ളയായിട്ടുള്ള കുലിസുക പരിപാടി, അവന്റെ പെണ്ണുമ്പിള്ളയും വിറ്റ് ജീവിക്കാനുള്ള ഒരു ചാനൽ സ്വന്തം അച്ഛന്റെ പേരിൽ തുടങ്ങിയ ഈ കേരളത്തിലെ ആദ്യത്തെ ഒരു മകനായിരിക്കും ഈ ഒരു നന്മമരൻ. അപ്പം അതിന്റെ പേരിൽ ഇതുപോലെ ഒരു മകന് ജന്മം കൊടുത്തതിന്റെ പേരിൽ ആ അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാം. അപ്പൊ എല്ലാരും കൂടെ ഈ ഒരു ചാനലിനകത്ത് വരണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം എന്തിനാണ് അച്ഛന്റെ പേര് മാത്രം വെക്കുന്നത്? അച്ഛനെയും അമ്മയും എല്ലാം കൂടെ നേരത്തെ പിടിച്ച് എല്ലാ തോന്നിവാസവും കൂടി കാണിപ്പിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സൊസൈറ്റി നടക്കുന്നത്. ഇതുപോലെയുള്ള നല്ല മഹത്തായിട്ടുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് അറിയത്തില്ല. ഇതുപോലെയുള്ളവരുടെ ചാനൽ ശരിക്കും റിപ്പോർട്ട് അടിച്ച് വീണ്ടും പൂട്ടിക്കണം. ഇനി അവന്റെ കുടുംബത്തോ അവന്റെ ഏതെങ്കിലും പരമ്പരയ്ക്ക് പോലും ഈ ഒരു ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള അവസരം കൊടുക്കരുതെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഇവരൊക്കെ മാക്സിമം എക്സ്പോസ് ആക്കി ഇവന്മാരെയൊക്കെ എന്താണ് എങ്ങനെയൊക്കെ ഒഴിവാക്കി കളയാനാണ് നമ്മൾ പരമാവധി ശ്രമിക്കുന്നത്. ഇനി ഇതും കണ്ടിട്ട് ഇനി വാര ഇനി വരും. ഞാൻ ഇപ്പൊ പറയുന്ന പോലെ കുറച്ചൊരു 3-4 കൊല്ലം കൂടെ കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം തുറക്കാനേ പറ്റില്ല. നമ്മളൊക്കെ പൂട്ടിക്കെട്ടി പോകേണ്ടി വരും. നമ്മളൊക്കെ ശരിക്കും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും റിയാക്ഷൻ വീഡിയോ നിർത്തിയിട്ട് എന്താണ് ഈ 24 മണിക്കൂറും കുലിസിതമായിട്ടുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരു ആൾക്കാരായിട്ട് മാറേണ്ടി വരും. കാരണം ഇപ്പൊ കാണിക്കുന്ന മൊത്തം അതുപോലത്തെ തരം താഴ്ന്ന പരിപാടികളാണ് കാണിക്കുന്നത്. ഒരു സെൽഫ് റെസ്പെക്ട് എന്നുള്ള ഒരു സാധനം ഒട്ടും എണ്ണത്തിനും ഇല്ല എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റുഡന്റ് ബൈ.